ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റോപ്പ് ലോസ്. ഓക്കെ, നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ, ട്രേഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ വ്യക്തമായ പ്ലാനോട് കൂടി നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ എനിക്ക് ഇത്ര $1 1% എനിക്ക് എന്ത് ചെയ്യുക, ഈ ട്രേഡിലേക്ക് റിസ്ക് എടുക്കാം. ഓക്കെ, അപ്പം ആ ഒരു 1% റിസ്ക് എടുക്കുമ്പോൾ എനിക്ക് ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതായത് $50 എനിക്ക് ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണമെങ്കിൽ ലോസ് വരാൻ പാടുള്ളൂ. അപ്പം ആ ഒരു $50 ലോസ് വരാൻ വേണ്ടി നമ്മൾ എത്ര ലോട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്? ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കൺഫ്യൂഷനുള്ള കാര്യമാണത്. ഇപ്പോൾ എനിക്ക് ഈ ട്രേഡിൽ $10 എനിക്ക് റിസ്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അഥവാ ഇതിൻ്റെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ എനിക്ക് $10 എനിക്ക് ലോസ് വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര ലോട്ട് സൈസാണ് ഓപ്പൺ ചെയ്യേണ്ടത്, എത്രയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ടുള്ള കാര്യം, ഒരിക്കലും ആരും ഒന്നും വിചാരിക്കേണ്ട. സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നോക്കാവുന്നൊരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ബൈ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മളിപ്പോൾ ഒരു സപ്പോർട്ട് ലൈനാണിത്. ഒരു മാർക്കറ്റ് വന്ന് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് പോകുമ്പോൾ നമ്മൾ ഒരു മാർക്കറ്റിൽ ഒരു ബൈ എൻട്രി ചെയ്തു. നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് എടുത്തു, ബൈ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ബൈ എടുത്തത്? സപ്പോർട്ട് ലൈനിൽ ഒരു ബൈയിങ് സോണാണ്. ഓക്കെ, ഇനി അഥവാ മാർക്കറ്റ് ഇവിടെ പോകുകയാണെങ്കിൽ നമ്മൾ TP ഇവിടെ ഉണ്ട്. ഓക്കെ, TP ഹിറ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ആണ്. മാർക്കറ്റ് അഥവാ താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മളെ ലോസ് ആണ്. ഓക്കെ, നമ്മളിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു SL ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് അഥവാ ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു എമൗണ്ട് മാത്രമേ എനിക്ക് ലോസ് വരാൻ പാടുള്ളൂ. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ട്രേഡ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ആ ട്രേഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ എനിക്കൊരു $30 എനിക്ക് ലോസ് വരാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ എത്ര ലോട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടത്? ആ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കി കാണാനായിട്ട് പറ്റും, ഇതിൻ്റെ ട്രേഡാണിപ്പോൾ. അപ്പോൾ ഇതിൻ്റെ TP ഹിറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എൻ്റെ ഈ ഒരു ട്രേഡിൽ എൻ്റെ എൻട്രി എന്ന് വരുന്നത് 90 കാണാനായിട്ട് പറ്റും. ഓക്കെ, 92 എൻ്റെ എൻട്രി വന്നത്. ഓക്കെ, 25.92 എൻ്റെ എൻട്രി വന്നിട്ടുണ്ട്. എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 89. ഓക്കെ, 92 എൻ്റെ എൻട്രി വന്നത്, 89 ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ എൻ്റെ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആയതെങ്കിൽ, ഈ ട്രേഡ് ഇപ്പോൾ എനിക്ക് TP ആണ് ഹിറ്റ് ആയിട്ടുള്ളത്. ഇന്നത് മാർക്കറ്റ് വന്നിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പ്ലാൻ ചെയ്ത കാര്യം, എനിക്ക് $50. ഓക്കെ, എനിക്ക് ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണെങ്കിൽ $50 മാത്രമേ എനിക്ക് ലോസ് വരാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ എത്ര ലോട്ടോടെ ഓപ്പൺ ചെയ്യേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ എനിക്കിവിടെ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? $3 ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, 92 എൻട്രി, 89 എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പം ഗോൾഡിൽ 92 ഞാൻ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് 89. അപ്പം $3 എനിക്ക് ഒരു ഡിഫറൻസ് വരുന്നുണ്ട്, സ്റ്റോപ്പ് ലോസും എൻട്രിയും തമ്മിൽ. ഓക്കെ, അപ്പോൾ ഞാൻ റിസ്ക് എടുക്കാൻ പോകുന്ന എമൗണ്ട് എത്രയാണ്? $50. ഓക്കെ, $50 എൻ്റെ റിസ്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രയാണ് ഈ ട്രേഡ്, ആ ട്രേഡ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് ഈ ട്രേഡിൽ $50 മാത്രമേ എനിക്ക് റിസ്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, $50 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവൈഡ് ക്ലിക്ക് ചെയ്തിട്ട് എത്ര ഡിഫറൻസ് ഉണ്ട് നോക്കുക പ്രൈസിന്. ഞാൻ എൻ്റെ എൻട്രി ഞാൻ പറഞ്ഞായിരുന്നു, ജസ്റ്റ് വെയിറ്റ്. എൻ്റെ എൻട്രി 92 ആണ്. ഓക്കെ, 92 ആണ് എൻ്റെ എൻട്രി വരുന്നത്. സ്റ്റോപ്പ് ലോസ് 89. അപ്പം ഈ ഒരു എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലോട്ട് $3 ഗോൾഡിൽ $3 ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി കറൻസി പെയറിലാണെങ്കിൽ പിപ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, $50 എനിക്ക് റിസ്ക് എടുക്കാൻ പാടുള്ളൂ. ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണെങ്കിൽ $50 എനിക്ക് പോകാൻ പാടുള്ളൂ. എത്ര പോയിന്റ് റിസ്ക് ഉണ്ട്? $3 മൂവ്മെൻറ്റ് എനിക്ക് റിസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് 3 കൊടുക്കരുത്. 3ൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, ഒരു 2 0 കൊടുക്കുക. ഓക്കെ, 0 കൊടുത്ത് എനിക്ക് ലോഡ് സൈസ് കാണാൻ വേണ്ടി പറ്റും. സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം, ഒന്നിട്ട് പറഞ്ഞുതരാം. ഞാൻ റിസ്ക് എടുക്കാൻ പോകുന്ന എമൗണ്ട് $50. ഇനിയിപ്പോൾ നേരെ മറിച്ച് എനിക്ക് $30 റിസ്ക് എടുക്കാൻ പാടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 30 ഫസ്റ്റ് കൊടുക്കുക, ഡിവൈഡ് കൊടുക്കുക. നിങ്ങളുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസും എത്ര ഡിഫറൻസ് വരുന്നുണ്ടോ, ഡോളർ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിവിടെ കൊടുക്കുക. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യുക, 0.10. ഓക്കെ, സോറി, അത് 0 കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ $30 എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന എമൗണ്ട് ആണെങ്കിൽ ഡിവൈഡ് കൊടുക്കുക. 3 പോയിൻ്റ് ഉള്ളത് അതിന് കൂടെ എന്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നേരെ മറിച്ചൊരു $5 ഒരു മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളതിൻ്റെ 5 കൊടുത്തിട്ട് 2.0 കൊടുക്കുക. ഓക്കെ, 0 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.06. ഈ ഒരു സംഭവമാണ് നമ്മുടെ ലോഡ് ചെയ്ത്. ഈ ലോഡ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണമെങ്കിൽ എനിക്ക് $30 മാത്രമേ SL ഹിറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രേഡ്സ് സ്റ്റോപ്പ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഈ ട്രേഡിൽ എന്താ പറയുക, $3 ഡിഫറൻസ് ആണ് എനിക്ക് വരുന്നത്. ഇപ്പോൾ എനിക്ക് $10 ഡിഫറൻസ് ആണെങ്കിൽ 10 കൊടുക്കുക, അതിന് 2 പൂജ്യം കൊടുത്ത് നമുക്ക് ആ ലോഡ് സൈസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഞാനിവിടെ ഈ ട്രേഡിങ് കേസിൽ ഹിറ്റാവുകയാണെങ്കിൽ $10 മാത്രമേ എനിക്ക് റിസ്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ ട്രേഡ് എനിക്ക് മറിച്ച് SL ഹിറ്റാവുകയാണെങ്കിൽ എനിക്ക് $10 മാത്രമേ എനിക്ക് പോകാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ എത്രയാണ് ഓപ്പൺ ചെയ്യുന്നത് എക്സാമ്പിൾ കാണിച്ചു തരാം. $10. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് $10 കൊടുത്തു. ഒട്ടുമിക്ക എല്ലാവർക്കും കാരണം അറിയുന്നതാണ്, അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്ന വിചാരിച്ചാണ്. ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ എനിക്ക് $10 റിസ്ക് എടുക്കാൻ പോകുള്ളൂ. 10 എമൗണ്ട് കൊടുത്തു, ഡിവൈഡ് $3 മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ 2 കൊടുത്തു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് ട്രേഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് മാത്രമേ ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, 0.0333 ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, 0.03 ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ 0.04 ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നെങ്കിൽ ഈ ഒരു ലോട്ട് ഓപ്പൺ ചെയ്യുക, 0.03 ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ 0.04 ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, റിസ്ക് മാനേജ് ചെയ്തിട്ട് നമുക്ക് ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, ഒരു ഡൗട്ടോ ഒരു റിസ്ക് എടുക്കാൻ ഒരു കാര്യമില്ല. സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യുക, നോക്കാവുന്നതാണ്. നിങ്ങൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ഈ ട്രേഡിൽ 1% റിസ്ക് എടുക്കാൻ പാടുള്ളൂ. അതായത് ആ ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ $150 റിസ്ക് എടുക്കുന്നവർ കുറേ പേരുണ്ട്. ഈ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണെങ്കിൽ $150 മാക്സിമം ലോസ് വരാൻ പാടുള്ളൂ. അപ്പോൾ എത്ര ലോട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം എന്നുള്ള ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ വീഡിയോ ഉപകാരപ്പെടും വിചാരിക്കണം. അപ്പോൾ അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് നമ്പറുണ്ട്, ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.